എന്റെ കണ്ണുകൾ നന്മയുടെ പ്രകാശത്തിലേക്ക് മാത്രം തുറക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും ഗൗരവമേറിയ ഒരു വാക്യമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. വലത്ത് കണ്ണ് പാപഹേതുവാകുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് നിന്റെ അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ, ലോകമേ തറവാട് തനിക്കിതൊക്കെയും ദേഹികൾ അന്യോന്യ ബന്ധുക്കൾ. ഇത്രയും വിശാലമായ ലോകത്തെ നാം കാണുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്. എന്നാൽ ആ കണ്ണ് നമ്മെ വഴിതെറ്റിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഇവിടെ കണ്ണ് എന്നതൊരു പ്രതീകമാണ്. നമ്മെ തിന്മയിലേക്ക് ആകർഷിക്കുന്ന ഏതൊരു കാര്യത്തെ നാം പാപഹേതുവായി കാണണം. ഒരൊറ്റ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് ഒരു വലിയ നഷ്ടമാണ്. അതിനേക്കാൾ വലിയ നഷ്ടമാണ് നമ്മുടെ വ്യക്തിത്വവും സ്വഭാവശുദ്ധി നഷ്ടപ്പെടുന്നത്. ചീത്ത കൂട്ടുകെട്ടുകൾ, ദുശാഠ്യങ്ങൾ, അസൂയ നിറഞ്ഞ നോട്ടങ്ങൾ എന്നിവയാൽ നമ്മുടെ മനസ്സ് മലിനമാകുന്നുവെങ്കിൽ അവയെ ആ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ നാം തയ്യാറാകണം. പൂവിരിയാൻ മുട്ടുവിരിയണം, മുട്ടു കിട്ടാൻ ചിപ്പി തകരണം. അതുപോലെ നന്മയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട പല തെറ്റായ ശീലങ്ങൾ നാം ബലി കൊടുക്കേണ്ടി വരും. അതൊരിക്കലും ഒരു നഷ്ടമല്ല, മറിച്ച് മഹത്തായ ഒരു ജീവിതത്തിലേക്കുള്ള നിക്ഷേപമാണ്. നാം എന്തിനെ നോക്കുന്നോ അതായി നാം മാറുന്നു. കണ്ണ് മനസ്സിന്റെ കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ തിന്മയുടെ കറ പൊരുളാതെ സൂക്ഷിക്കണം. നമ്മുടെ ഉള്ളിലെ വെളിച്ചം ഇരുളാകാതിരിക്കട്ടെ എന്നതാണ് ഈ വചനം നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഒരവയവം നഷ്ടപ്പെട്ടാലും ആത്മാവിന്റെ നന്മ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മൾ കുട്ടികൾ തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് കണ്ണുകളെ പിന്തിരിപ്പിക്കുകയും നന്മയുടെ വഴികളിലൂടെ ചരിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. കുമാരനാശാന്റെ ഈ വരികൾ നമുക്ക് ഓർക്കാം. ശുദ്ധിമതിയാകണം ആത്മാവ്, ബുദ്ധി സൽപാതയിൽ നടന്നിടണം. നന്ദി.